അങ്ങനെ നമ്മുടെ മോദിജിക്ക് സ്വന്തമായ ഒരു ക്ഷേത്രവുമായി. ആദ്യമൊക്കെ പൂജകൾ മാത്രമായിരുന്നു, ഇപ്പോൾ അതാ ക്ഷേത്രവും. ഇനി എന്നാ വേണം സംഘികൾക്കല്ലേ? ഇതിന്റെ പഴി അവരുടെ മേലിലേക്ക് വരണ്ട എന്ന് കരുതിയാൻ തോന്നുന്നു ഇത് വേറെ ആളുകളെ വെച്ചിട്ടാണ് ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കതിന്റെ ദൃശ്യങ്ങൾ കാണാം. അതിനു മുൻപായി 2014 മുമ്പ് നമ്മുടെ ഇൻഡിപെൻഡന്റ് ഇന്ത്യ, അവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ എന്ന് പറയുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി, അതുപോലെ ജോബ്, GDP, ബിസിനസ്, ഹെൽത്ത്, ഫ്രണ്ട്ഷിപ്പ്, യൂണിറ്റി, ഇങ്ങനെ പല വേർഡുകളാണ് നമ്മൾ കൂടുതലായും കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ 2014 ശേഷം നമ്മുടെ മോദിജി പറയുന്ന പോലെ ന്യൂ ഇന്ത്യ, ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹിന്ദു, മുസ്ലിം, മന്ദിർ, മസ്ജിദ്, കൗ, അതുപോലെ ബീഫ്, പാകിസ്ഥാൻ, ലവ് ജിഹാദ്, ഹിന്ദു രാഷ്ട്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ മോദിജി ദൈവമാണ്, വിശ്വഗുരുവാണ് എന്ന കാര്യങ്ങളും. ഇതൊക്കെയാണ് കുറച്ച് വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്ന വാക്ക്. അതായത് 2014 മുമ്പുള്ള പല കാര്യങ്ങളും, ഡെവലപ്മെന്റ്, ഇതൊന്നും ഇപ്പോൾ കേൾക്കാറേ ഇല്ല. എങ്ങനെ കേൾക്കാനാണല്ലേ? ഇവനെ പോലുള്ള ആളുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ കൂടുതലും ഉള്ളത്. കണ്ടു നോക്കൂ. हमारे योगी जी जो हैं और मोदी जी हैं, वास्तव में हमारे आज के भगवान हैं, जो जनता को कुछ दे सकते हैं. पत्थरों को पूजने से कुछ मिलने वाला नहीं है. കണ്ടില്ലേ? ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ വെച്ചിട്ടാണ് പൂജ ചെയ്യുന്നത്. ഇതൊന്നല്ല, ഇതുപോലെ പല വീഡിയോസും ഉണ്ട്. ഇയാൾ ഇവിടെ പറയുന്നത് മോദിജി എന്ന് പറയുന്നത് ഒരു ദൈവമാണ്, ഇപ്പോഴത്തെ ദൈവമാണ്. അവർക്ക് ജീവിതം തരാൻ സാധിക്കും, അതായത് ലൈഫ് തരാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇയാളൊക്കെ പറയുന്നത്. ഇതുപോലെ പറയുന്ന ഒരുപാട് പേരെ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മാറുക? ഒരു വീഡിയോയും കൂടി കാണാം. ഈ കുട്ടിയുടെ പല വീഡിയോസും പുറത്തു വരുന്നുണ്ട്. ഈ കുട്ടിയെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. ഇതിന്റെ പാരന്റ്സിനെയും ഗവൺമെന്റിനെയാണ് നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് ഇവിടെ. കാരണം ഇവരുടെ പാരന്റ്സ് ഈ കുട്ടിയെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനെ സ്കൂളിൽ അയക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന്റെ ഈ കുട്ടിയുടെ വീഡിയോ ഒരുപാടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇതൊക്കെ ഇതുപോലെയുള്ള ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ആണ്. അതിന്റെ ഇടയിൽ മോദി അതുപോലെ മോദി ദൈവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന വീഡിയോസ് ആണ് കാണാറ്. ഇനി ഗവൺമെന്റിന്റെ സൈഡ്, ഗവൺമെന്റിന്റെ എന്തിനാണ് കുറ്റം പറയുന്നത്? ഗവൺമെന്റിനെ കുറ്റം പറയണം. കാരണം ഇവിടെ നിയമമുണ്ട്, കമ്പൽസറി എഡ്യൂക്കേഷൻ ഉള്ള സ്ഥലമാണ് ഇന്ത്യ. അപ്പോൾ ഇതുപോലെ ഒരു കുട്ടിയെ എഡ്യൂക്കേഷൻ മര്യാദയ്ക്ക് കൊടുക്കാതെ ഇതുപോലെ വളർത്തുമ്പോൾ അത് ഇടപെടേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഗവൺമെന്റ് അത് ചെയ്യുന്നില്ല. കാരണം ഇവരെന്താണ് പറയുന്നത്? ഈ കുട്ടി എന്താണ് പറയുന്നത്? മോദി ദൈവമാണ്, പിന്നെ എന്തിനു ഇടപെടണം അല്ലെ? അപ്പോൾ പറഞ്ഞു വന്നത് മോദിയുടെ പുതിയ അമ്പലത്തെ കുറിച്ചാണ്. ഇത്രയും കാലമായി മോദിക്ക് പൂജ ചെയ്യുന്ന വീഡിയോസ് ഒക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനി പുതിയ അമ്പലവും കൂടി വരുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. हजारों वर्षों से जो हम लोगों को अधिकार सम्मान नहीं मिला, नरेंद्र मोदी जी के वजह से आज किन्नर समुदाय को बिहार के सचिवालय में बैठने का मौका मिला है. और इसीलिए आज हम लोगों ने प्रस्ताव दिया है कि देश में पटना के जिला में भगवान श्री नरेंद्र मोदी जी का मंदिर बने, क्योंकि हम लोगों को नरेंद्र मोदी जी ने ट्रांसजेंडर प्रोटेक्शन एक्ट पास करके आज समानता और सुरक्षा का अधिकार दिया. तब इसी वजह से हम लोगों को सचिवालय में बैठने की जगह मिली. കണ്ടില്ലേ? ഇയാൾ പറയുന്നത് ഒരുപാട് വർഷമായി നമ്മൾ റെസ്പെക്റ്റും റൈറ്റ്സും ഒന്നും കിട്ടാതെ ജീവിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയാണ് ഞങ്ങളെ, അതായത് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിനെ ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് ബീഹാർ സെക്രട്ടേറിയറ്റിൽ പോലും അവിടെ പോലും ഇരുത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തന്നിട്ടുള്ളത് നരേന്ദ്രമോദിജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പട്ന ഡിസ്ട്രിക്ട് എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ ഒരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. ലോർഡ് ശ്രീ നരേന്ദ്ര മോദി ജിക്ക് എന്ത് ചെയ്യണം? ഒരു ടെമ്പിൾ പണിയാൻ വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇയാൾ പറയുന്നത്. അതായത് നരേന്ദ്രമോദിജി എന്ത് ചെയ്തിട്ടുണ്ട്? ട്രാൻസ്ജെൻഡർ പേഴ്സൺ ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് റൈറ്റ്, ഈക്വാലിറ്റി, അതുപോലെ സെക്യൂരിറ്റി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ടെമ്പിൾ, അതായത് ഒരു മന്ദിർ തുടങ്ങുന്നത് എന്നാണ് ഇയാൾ ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇവിടെ ഉണർത്താൻ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊന്നും ഇതിൽ കാണുന്നില്ല. കാരണം അതിന്റെ ആവശ്യമില്ല. അവർക്കും ഇത് തന്നെയാണ് വേണ്ടത്. മോദിജിക്ക് ഒരു ക്ഷേത്രം, മോദിജിയെ ഇവിടെ ഒരു ദൈവമായി കാണണം. അത് തന്നെ. ഇത് നിയമപ്രകാരം, അതായത് ഇന്ത്യയിലെ നിയമപ്രകാരം, ഭരണഘടനാ പ്രകാരം ഒന്നും തെറ്റൊന്നുമല്ല. പക്ഷേ കോർ പ്രിൻസിപ്പൽസ് ഉണ്ട് ഭരണഘടനയ്ക്കും അതുപോലെ ഡെമോക്രസിയുടെ
മോറൽ എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. അതിലെ കോർ പ്രിൻസിപ്പളിന് എതിരാണ് ഈ കാര്യങ്ങളൊക്കെ. അതായത് ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ ദൈവമായി കാണുക എന്ന് പറയുന്നത് അവിടെ പീപ്പിളിന്റെ ഡൊമിനൻസ്, ജനാധിപത്യത്തിൽ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ലീഡർ അല്ല, ജനങ്ങളാണ്. ആ ഒരു ജനങ്ങൾക്കുള്ള പ്രാധാന്യം കുറയുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ഒരു വീഡിയോ കൂടി കാണാം. श्री भगवान नरेंद्र मोदी जी का भव्य मंदिर पटना में बनाने की स्वीकृति हो गई है। 2 दिन पहले जब मंत्रिमंडल सचिवालय समाज कल्याण विभाग में ये बैठक हुई तो मैंने ही प्रस्ताव रखा और इस प्रस्ताव को मंजूरी मिल गई। अब बिहार सरकार का काम है जमीन का आवंटन करेगी और पटना के अंदर विश्व का सबसे बड़ा मंदिर भगवान श्री नरेंद्र मोदी जी का मंदिर बनेगा। കേട്ടില്ലേ? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. കൺസ്ട്രക്ഷൻ ഓഫ് എ ഗ്രാൻഡ് ടെമ്പിൾ ഫോർ ശ്രീ ഭഗവാൻ നരേന്ദ്രമോദി പട്നയിൽ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 ദിവസം മുൻപാണ് ഞാൻ ഇതിന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് വെച്ചിട്ടുള്ളത് സെക്രട്ടേറിയറ്റ് ക്യാബിനറ്റ് ഡിപ്പാർട്ട്മെന്റിൽ. എന്നാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അത് ആ പ്രപ്പോസൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി ഗവൺമെന്റിന്റെ ജോലി എന്ന് പറയുന്നത് അലോക്കേറ്റ് ലാൻഡ് അലോക്കേറ്റ് ചെയ്ത് തരുക എന്നുള്ളതാണ്. ഇയാൾ പറഞ്ഞു വെക്കുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഇയാൾ പറയുന്നത് പട്നന്റെ ഉള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്ഷേത്രം നമ്മൾ പണിയും, ദ ഭഗവാൻ ശ്രീ നരേന്ദ്രമോദി ടെമ്പിൾ എന്ന് വിളിക്കും. അങ്ങനെ ഒരു ടെമ്പിൾ ആണ് ഇവരുണ്ടാക്കാൻ പോകുന്നത്. ഈ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് പട്ന ബീഹാറിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഇനിയത്തെ പ്ലാൻ എന്ന് പറയുന്നത് ആ ഒരു ടെമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി എന്ത് ചെയ്യണം? ലാൻഡ് ഐഡന്റിഫൈ ചെയ്യണം. ലാൻഡ് കണ്ടെത്തി കഴിഞ്ഞാൽ ഇതിന്റെ പണി തുടങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഒരു ബോർഡ് മെമ്പർ തന്നെയാണ്. ഗവേണിംഗ് ബോഡി എന്ന് പറയുന്നത് ബീഹാർ സ്റ്റേറ്റ് ട്രാൻസ്ജെൻഡർ വെൽഫെയർ ബോർഡ് അണ്ടർ സ്റ്റേറ്റ്സ് സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ്. ഇവരാണ് ഇതിന്റെ ഗവേണിംഗ് ബോഡി. അപ്പൊ ഇവരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അപ്രൂവൽ നൽകിയിട്ടുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, യഥാർത്ഥ ഹിന്ദുവിന് ഒരിക്കലും ഇത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എന്നാൽ സനാതന ധർമ്മം എന്ന് പറഞ്ഞ് ഉണർത്താൻ നടക്കുന്ന വിശ്വാസി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഇതിനെ എതിർക്കുന്നില്ല? ഒരു രാജ്യം നശിക്കാൻ പോകുന്നു എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ, അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാൾ, വെറും ഒരു ജനങ്ങളുടെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ്, ആ വ്യക്തി എപ്പോഴാണോ ആ വ്യക്തി അല്ലാതാകുന്നത്, അതായത് ആ വ്യക്തിയെ ഇപ്പോൾ ദൈവമായിട്ടാണ് പലരും കാണുന്നത്. അങ്ങനെ കാണാൻ തുടങ്ങുന്ന ആ സ്ഥലത്താണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ നാശം. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.